എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 3-ാമത്തെ സർഗ്ഗം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ബ്രഹ്മാവ് വാൽമീകിയെ അനുഗ്രഹിച്ചു. അങ്ങനെ വാൽമീകി കഥ പറയാനുള്ള ശ്രീരാമൻ്റെ കഥ എത്ര കണ്ട് പവിത്രമായിട്ടുള്ള കഥയാണ് പറയാൻ പോണത് എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചു. ഇനി ഈ 3-ാമത്തെ സർഗ്ഗത്തിൽ കഴിഞ്ഞ സർഗ്ഗത്തിൽ എങ്ങനെയാണോ നാരദൻ പറഞ്ഞു കൊടുത്തത് അതേ രീതിയിലല്ല എങ്കിലും ഓരോരോ കഥാഭാഗങ്ങൾ, ഓരോ സൂചനകൾ, ഓരോ പോയിൻ്റ് പോലെ ഓരോ കഥകളെ പറ്റിയിട്ടും വർണ്ണിക്കുക ചെയ്യണത്. അതുമാത്രമേ ഉള്ളൂ 3-ാമത്തെ സർഗ്ഗം എന്ന് പറയണത്. നാരദൻ പറഞ്ഞ കഥയെ സൂക്ഷ്മമായിട്ട് പര്യാലോചന ചെയ്തിട്ട് വാൽമീകിയുടെ മനസ്സിൽ എങ്ങനെയാണോ വന്നത് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. നമുക്കാദ്യം 1-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രുത്വാ വസ്തു സമഗ്രം തദ്ധർമാർത്ഥസഹിതം ഹിതം വ്യക്തമന്വേഷത്തെ ഭൂയോ യദ്വൃത്തം തസ്യ ധീമത. അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് അനുഗ്രഹം കിട്ടി നാരദൻ്റെ കയ്യിൽ നിന്നെല്ലാം മനസ്സിലാക്കിയെടുത്തതായ അങ്ങനെയുള്ള വാൽമീകി ശ്രീരാമൻ്റെ കഥ മുഴുവനും മനസ്സിലാക്കിയിട്ട്, അതാണ് ധർമാർത്ഥസഹിതം ഹിതം തത് വസ്തു സമഗ്രം ശ്രുത്വ. ധർമ്മവും അർത്ഥവും ചേർന്നിട്ടുള്ളത്, ധർമ്മത്തിനും അർത്ഥത്തിനുമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതായത് 4 പുരുഷാർത്ഥങ്ങളിൽ ധർമ്മ അർത്ഥങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ധർമാർത്ഥസഹിതവും ഏറ്റവും പ്രയോജനകരവുമായിട്ടുള്ള, ഹിതവുമായിട്ടുള്ള, എല്ലാവർക്കും ആവശ്യവുമായിട്ടുള്ള തത് സമഗ്രം വസ്തു, ഈ പറഞ്ഞതായ രാമൻ്റെ കഥ മുഴുവനും ശ്രുത്വ കേട്ടിട്ട് എന്താണ് വാൽമീകി ചെയ്തത്? ആ കഥയെ പറ്റിയിട്ട് ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കിട്ടി നാരദൻ അതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്തു. ആ ചുരുക്കത്തിലുള്ളതായ കഥ എങ്ങനെ ഭാവത്തോടു കൂടിയിട്ട്, എങ്ങനെ രസം ഒക്കെ ചേർത്തിട്ട് എല്ലാവർക്കും ആകർഷകമാവുന്ന രീതിയിൽ വർണ്ണിക്കാം, അതാണല്ലോ വേണ്ടത്. അല്ലാതെ നാരദൻ പറഞ്ഞത് അതേപോലെ തന്നെ എഴുതി വയ്ക്കുകയല്ല വേണ്ടത്. ജനങ്ങൾക്കതിൽ താല്പര്യം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് എങ്ങനെ വർണ്ണിക്കാം എന്നാണ് വാൽമീകി ആഗ്രഹിക്കുന്നത്, അതാണ് അന്വേഷിക്കുന്നത്. എന്നിട്ട് ആ കഥ ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് എന്താ ചെയ്തത്? തസ്യ ധീമത യദ്വൃത്തം ഭൂയോ അന്വേഷത്തെ. അതിനെ പറ്റിയിട്ട് ഒന്നും കൂടിയും അന്വേഷിക്കാൻ ആരംഭിച്ചു. ഏതിനെ പറ്റിയിട്ട്? തസ്യ ധീമത യദ്വൃത്തം. ആ ധീമാൻ്റെ, ആ ബുദ്ധിമാനായിട്ടുള്ള, വേണ്ട വിധം രാജ്യഭാരമൊക്കെ നോക്കി നടത്തിയ ആ ശ്രീരാമൻ്റെ യദ്വൃത്തം, യാതൊരു കഥയുണ്ടോ, താൻ നാരദനിൽ നിന്ന് കേട്ടു പഠിച്ച ആ കഥയുണ്ടോ, അതിനെ വീണ്ടും ഭൂയ വ്യക്തം അന്വേഷത്തെ, വ്യക്തമായിട്ട് ഒന്നുകൂടി അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ ആരംഭിച്ചു. വ്യക്തമായിട്ട് ആലോചിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഇത് ചിത്രീകരിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിധത്തിൽ ആലോചിക്കാൻ തുടങ്ങി. ഇനി മറ്റാരോടെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഇവിടെ പറയണില്ല. ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം, ഉള്ളിൽ തന്നെ ആയിരിക്കാം ചിന്തിച്ചത്. എന്തായാലും ആ കഥയെപ്പറ്റി ഒന്നുകൂടിയും ഉള്ളിലിങ്ങനെ ഒരു കാവ്യരൂപേണ എങ്ങനെ അത് മാറ്റിയെടുക്കാമെന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് പറയാണ് 2-ാമത്തെ ശ്ലോകം. ഉപസ്പൃശ്യോദകം സമ്യക് മുനി സ്ഥിത്വാ കൃതാഞ്ജലി പ്രാചീനാഗ്രേഷു ദർഭേഷു ധർമ്മേണ അന്വേഷതേ ഗതിം. ആ ശ്രീരാമൻ്റെ കഥകൾ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് എന്നാണെങ്കിൽ, സമുനി, ആ മുനീശ്വരനായിട്ടുള്ള വാൽമീകി സമ്യക് ഉദകം ഉപസ്പൃശ്യ, വേണ്ട പോലെ വിധി പോലെ ജലം, വെള്ളം തൊട്ട് എന്തു ചെയ്തു? ഉപസ്പൃശ്യ കൃതാഞ്ജലി സ്ഥിത്വ, ഉദകം തൊട്ട് കൈയൊക്കെ കഴുകി ശുദ്ധമാക്കിയിട്ട് 2 കൈകളും കൂപ്പി പിടിച്ചിട്ട്, കൃതാഞ്ജലി സ്ഥിത്വ, കൈകൂപ്പി നിന്നുകൊണ്ട്, പ്രാചീനാഗ്രേഷു ദർഭേഷു ധർമ്മേണ ഗതിം അന്വേഷത്തെ. അങ്ങനെ കൈകൂപ്പി നിന്നുകൊണ്ട് ദർഭപ്പുല്ല് കിഴക്കോട്ട് തലയാക്കി വിരിച്ചിട്ടുണ്ട്. അതാണ് പ്രാചീന അഗ്രേഷു, കിഴക്കോട്ട് തലയാക്കി വിരിച്ചിരിക്കുന്ന ദർഭപ്പുല്ലിൽ ഇരുന്നു കൊണ്ട്, പ്രാചീനാഗ്രേഷു ദർഭേഷു വിശ്രമ്യ, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട്, ഉപവിശ്യ ധർമ്മേണ ഗതിം അന്വേഷത്തെ, ധർമ്മചിന്തയോട് കൂടിയിട്ട് ശ്രീരാമൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ സഞ്ചാരം, അഥവാ അതന്നെയാണ് രാമായണം.
രാമൻ്റെ യാത്ര അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ആലോചിച്ചു. ഉള്ളിലേക്ക് തന്നെ ചിന്തകളെ പറഞ്ഞയച്ചു. കൂടുതലായിട്ട് വർത്തമാനങ്ങൾ പുറത്തേക്ക് ഒരു പ്രവർത്തനം ഉണ്ടായില്ല, ഉള്ളിലേക്ക് ചിന്തകളെ ഇറക്കി വിട്ടു എന്നർത്ഥം. അതാണ് ആദ്യം കൈയൊക്കെ കഴുകി ശുദ്ധമായിട്ട് കൂപ്പ് കൈകളോട് കൂടിയിട്ട് കിഴക്കോട്ട് വിരിച്ചിട്ടിരിക്കുന്ന തലയോട് കൂടിയിട്ട് അഗ്രഭാഗം കിഴക്കേ ദിശയിലേക്ക് വച്ചിരിക്കുന്നതായ ദർഭപ്പുല്ലിലിരുന്നു കൊണ്ട് ധർമ്മത്തിൽ മുഴുകിയ മനസ്സോട് കൂടിയിട്ട് ശ്രീരാമൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചു. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയണത്. എന്നിട്ട് എന്തൊക്കെയാണ് അപ്പോൾ തെളിഞ്ഞു വന്നതെന്ന് പറയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ. രാമലക്ഷ്മണ സീതാഭി രാജ്ഞാ ദശരഥേന ച സഭാര്യേണ സരാഷ്ട്രേണ യത് പ്രാപ്തം തത്ര തത്വത. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കഥകൾ പതുക്കെ പതുക്കെ തെളിയാൻ തുടങ്ങി. ആരൊക്കെയായിരുന്നു കഥയിൽ വന്നത്? രാമലക്ഷ്മണ സീതാഭി രാജ്ഞാ ദശരഥേന ച. എല്ലാവരും ഉണ്ടായിരുന്നു. രാജാവായിട്ടുള്ള ദശരഥൻ, അതുപോലെ ദശരഥൻ്റെ ഭാര്യമാര്. സഭാര്യേണ രാജ്ഞാ ദശരഥേന, രാജാവായിട്ടുള്ള ദശരഥൻ, ഭാര്യമാരോട് കൂടിയിട്ടുള്ള ദശരഥൻ, രാജ്യത്തിനോട് കൂടിയിട്ടുള്ള ദശരഥൻ. ഒപ്പം തന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? രാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, സീതയുണ്ട്. അതാണ് രാമലക്ഷ്മണ സീതാഭി എന്ന് പറഞ്ഞത്. സീതാഭി എന്നുള്ളത് അവിടെ സന്ധ്യയാണ്. സീതാഭി രാജ്ഞ എന്നാണ് പദം മുറിക്കുമ്പോൾ വരിക. അവിടെ രോരി എന്നുള്ളൊരു സൂത്രം പ്രയോഗിച്ചിട്ടാണ് രേഭത്തിന് ദീർഘം വന്ന് വിസർഗം കാണാതെയായി പോയത്. അവിടെ അപ്പോൾ രാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, സീതയുണ്ട്, രാജാവായിട്ടുള്ള ദശരഥനോട് കൂടിയിട്ട്, ഭാര്യയോട് കൂടിയിട്ടുള്ള, രാഷ്ട്രത്തിനോട് കൂടിയിട്ടുള്ള ദശരഥനോട് കൂടിയിട്ട്. അതാണ് രാജ്ഞാ ദശരഥേന, കീദൃശേന ദശരഥേന, സഭാര്യേണ സരാഷ്ട്രേണ, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരോട് കൂടിയിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദശരഥനാൽ. ആ ദശരഥൻ്റെ കൂടെ പിന്നെ ആരൊക്കെയുണ്ട്? രാമലക്ഷ്മണ സീതാഭി, രാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, സീതയുണ്ട്. അവരോടൊക്കെ കൂടിയിട്ടുള്ള ഒരു രാജ്യത്തിനെ പറ്റിയിട്ടുള്ളൊരു ബോധ്യം ആദ്യം വന്നു. അതാണ് യത് പ്രാപ്തം തത്ര തത്വത. അതാണ് യത് പ്രാപ്തം തത് തത്ര തത്വത. എന്തൊക്കെ സംഭവിച്ചുവോ അന്നത്തെ കാലത്ത്, എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം അവസ്ഥകൾ വന്നു ചേർന്നുവോ അത് മുഴുവനും തന്നെ തത്ര തത്വത, അത് മുഴുവനും തന്നെ അതേപോലെ വാൽമീകിയുടെ മനസ്സിൽ ഓർമ്മ വരാൻ തുടങ്ങി. അതിൽ എല്ലാ കഥകളും ഒരേപോലെ തന്നെ ശോഭിക്കാൻ തുടങ്ങി എന്നർത്ഥം. അതാണ് യത് പ്രാപ്തം. ഏതൊന്നാണോ പ്രാപിച്ചത് അതെങ്ങനെയായിരുന്നു? തത്വത. അത് തത്വത്തിലുള്ളത് അങ്ങനെ തന്നെയായിരുന്നു. മനസ്സിലേക്ക്, വാൽമീകിയുടെ മനസ്സിലേക്ക് വന്നതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതിലെന്തൊക്കെ പെട്ടു എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഹസിതം ഭാഷിതം ചൈവ ഗതിർയാവച്ച ചേഷ്ടിതം തത്സർവം ധർമ്മവര്യേണ യഥാവത് സംപ്രപശ്യതി. ആ ധർമ്മവര്യനായിട്ടുള്ള വാൽമീകി മുനിയാൽ, ധർമ്മത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവനായിട്ടുള്ള ആ മുനിയാൽ എന്തെല്ലാം കാണപ്പെട്ടു? രാമനും ലക്ഷ്മണനും സീതയും ദശരഥനും ഭാര്യമാരും എല്ലാവരും കൂടി ചേർന്നുള്ള സുഖസുന്ദരമായിട്ടുള്ള രാജ്യം അല്ലെങ്കിൽ ജീവിതം, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കഥകളെല്ലാം തോന്നിച്ചു. അതെല്ലാം കാണുന്നുണ്ട്. അതിലെന്തൊക്കെ വന്നു പറയാണ്? ഹസിതം, ഭാഷിതം, ഗതി, യാവത്, ചേഷ്ടിതം. അവിടെ ചിരികളുണ്ട്, വർത്തമാനങ്ങളുണ്ട്, സംഭാഷണങ്ങളുണ്ട്, യാത്രകളുണ്ട്, അവരുടെ ചേഷ്ടകളുണ്ട്, പലതരത്തിലുള്ള ആംഗികമായിട്ടുള്ള മുദ്രകൾ, വർത്തമാനങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം ശ്രീരാമനാവുമ്പോൾ അവയൊക്കെ എങ്ങനെയാണ് ഭാഷണങ്ങൾ, സീതയാവുമ്പോൾ എങ്ങനെയാണ് സംഭാഷണങ്ങൾ, അതുപോലെ ദശരഥൻ എങ്ങനെയാണ് ഇടപെട്ടിരുന്നത്, എല്ലാം ഓരോരുത്തർക്ക് അനുഗുണമായിട്ടുള്ള ഭാഷയും അതുപോലെ വികാരങ്ങളും ഒക്കെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതാണ് തത്സർവം. അതെല്ലാം തന്നെ ധർമ്മവര്യേണ, ആ ഋഷിവര്യനാൽ, വാൽമീകി മുനിയാൽ മനസ്സിൽ അദ്ദേഹത്താൽ കാണപ്പെട്ടു. അതാണ് യഥാവത് സംപ്രപശ്യതി. എങ്ങനെയായിരുന്നുവോ ശ്രീരാമൻ ജീവിച്ചത്, ശ്രീരാമൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ഇതൊക്കെ നടത്തിയിരുന്നത്, ശ്രീരാമൻ മാത്രമല്ല അന്നത്തെ കാലത്ത് ആരൊക്കെ ശ്രീരാമൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും തന്നെ അതൊക്കെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി. സംപ്രപശ്യതി, അതൊക്കെ വാൽമീകി വളരെ വ്യക്തമായിട്ട് അകക്കണ്ണിൽ കണ്ടു എന്നർത്ഥം. മാത്രമല്ല പിന്നെന്താ കണ്ടത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ, അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സ്ത്രീ തൃതീയേന ച യഥാ യത് പ്രാപ്തം ചരതാവനേ
സത്യസന്ധേന രാമേണ തത്സർവം ചാന്വവൈക്ഷത. ശ്രീരാമൻ കാട്ടിലേക്ക് പോയപ്പോൾ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ. അതാണ് സ്ത്രീ തൃതീയേന ച യഥാ യത് പ്രാപ്തം ചരതാവനേ. സ്ത്രീ തൃതീയേന വനേ ചരത തഥാ അപ്രകാരം തന്നെ മൂന്നാമത് ഒരു സ്ത്രീയോട് കൂടിയിട്ട്, അതായത് ശ്രീരാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, ഒപ്പം മൂന്നാമത്തെ ഒരാളായിട്ടൊരു സ്ത്രീ, അതായത് സീതയോട് കൂടിയിട്ട് വനേചരത കാട്ടിൽ സഞ്ചരിക്കുന്നവനായിട്ടുള്ള ശ്രീരാമനെ പറ്റിയിട്ടുള്ള കഥകൾ മുഴുവനും, അതായത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കഥകളും വാൽമീകിയുടെ മനസ്സിൽ ഇങ്ങനെ ശോഭിച്ചു എന്നാണ് പറയണത്. യത് പ്രാപ്തം തഥാ, ഏതൊന്നാണോ വന്നത് അതും അങ്ങനെ തന്നെയായിരുന്നു. ആ കഥയ്ക്കും യാതൊരു വ്യത്യാസവും അന്ന് എങ്ങനെയായിരുന്നു അതൊക്കെ തന്നെയാണ് വന്ന് മനസ്സിൽ തെളിഞ്ഞത്. എന്നിട്ട് പറയാണ്, സത്യസന്ധേന രാമേണ തത് സർവം ജാന്വവൈക്ഷത. സത്യസന്ധനായിട്ടുള്ള രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി കാട്ടിൽ നടക്കുന്നതും എന്തൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് മഹാമുനി കണ്ടെത്തുകയും ചെയ്തു. രാമന് വളരെ സത്യസന്ധനായിരുന്നു, രാമൻ സത്യനിഷ്ഠ ഉള്ളവനായിരുന്നു. അങ്ങനെയുള്ള രാമൻ്റെ വനവാസകാലത്തെ ജീവിതം ഒറ്റയ്ക്കായിരുന്നില്ല. ലക്ഷ്മണനുണ്ട്, അതുപോലെ സീതയുണ്ട്, കാട്ടിലെ ഋഷീശ്വരന്മാരൊക്കെ ഉണ്ട്, പിന്നെ അസുരന്മാർ, അതുപോലെ രാക്ഷസന്മാർ, ഇവരോട് കൂടി ചേർന്നുള്ള ജീവിതമൊക്കെ തന്നെ വാൽമീകി മഹർഷി തൻ്റെ അകക്കണ്ണാൽ കണ്ടു എന്നാണ് പറയണത്. ഇപ്പോൾ ഇവിടെ ഒരു ഭാഗം അവസാനിക്കുകയാണ്. നമുക്ക് ഇതുവരെയുള്ള ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ശ്രുത്വാ വസ്തു സമഗ്രം തദ്ധർമാർത്ഥസഹിതം ഹിതം വ്യക്തമന്വേഷതേ ഭൂയോ യദ്വൃത്തം തസ്യ ധീമത ഉപസ്പൃശ്യോദകം സമ്യഗ് മുനിസ്ഥിത്വാ കൃതാഞ്ജലി പ്രാചീനാഗ്രേഷു ദർഭേഷു ധർമ്മേണാന്വേഷതേ ഗതിം രാമലക്ഷ്മണസീതാഭീരാജാ ദശരഥേന ച സഭാര്യേണ സരാഷ്ട്രേണ യത്പ്രാപ്തം തത്ര തത്വത ഹസിതം ഭാഷിതം ചൈവ ഗതിർയാവച്ച ചേഷ്ടിതം തത്സർവം ധർമ്മവര്യേണ യഥാവത് സംപ്രപശ്യതി സ്ത്രീ തൃതീയേന ച യഥാ യത്പ്രാപ്തം ചരതാവനേ സത്യസന്ധേന രാമേണ തത്സർവം ജാന്വവൈക്ഷത. അങ്ങനെ ഈ 5 ശ്ലോകങ്ങളെ കൊണ്ട് ശ്രീരാമൻ്റെ കഥ മുഴുവനും തന്നെ വാൽമീകിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു എന്നുള്ളതാണ് പറയണത്. അടുത്ത ശ്ലോകങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയണത്. അതിനുശേഷം കുറച്ച് ശ്ലോകങ്ങളും കൂടി കഴിഞ്ഞാൽ എണ്ണി ഓരോ സംഭവങ്ങൾ ചുരുക്കി നാമമാത്രമായിട്ട് പറയുന്ന ശ്ലോകങ്ങളും കാണാം. ഇതൊരു ആവർത്തനം പോലെയുള്ള ഭാഗമാണ്. എന്നാലും രാമായണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.